കലാലയങ്ങൾ അതാകെ അക്രമത്തിന്റെ കേന്ദ്രങ്ങളാണ് എന്ന വാദം ആദ്യമായി തന്നെ ഈ ചർച്ചയ്ക്കകത്ത് ഉയർന്നു വന്നതിനോട് എനിക്ക് ശക്തമായ വിയോജിപ്പുണ്ട്. മഹാരാജാസ് കോളേജിൽ വൻ ആയുധശേഖരം കണ്ടെത്തി. ദൂരസ്ഥലങ്ങളിൽ നിന്ന് എറണാകുളത്തെത്തി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി സ്റ്റാഫ് ക്വാർട്ടേഴ്സ് തുറന്നുകൊടുക്കുകയായിരുന്നു. ഇതൊക്കെ ഞങ്ങളെ പണിസാധനങ്ങളാ രാജാവേ. കേരളത്തിലെ കലാലയങ്ങൾ എന്ന് പറയുന്നത് അക്രമത്തിന്റെ കേന്ദ്രങ്ങളല്ല. കേരളത്തിലെ കലാലയങ്ങൾ എന്ന് പറയുന്നത് സർഗാത്മകതയുടെ ഇടങ്ങളാണ്. ഇപ്പം കേരളത്തിലെ ക്യാമ്പസുകൾ കേരളത്തിന്റെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, സിനിമ നഭോമണ്ഡലങ്ങൾക്കകത്ത് സംഭാവന ചെയ്തിട്ടുള്ള പ്രഗത്ഭരെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് വിരലിലെണ്ണാവുന്നതിനേക്കാൾ എത്രയോ അപ്പുറമാണ്. ഇന്ന് എല്ലാ മേഖലകളിലും പ്രക്ഷോഭിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളി നക്ഷത്രങ്ങളെല്ലാം ഉദിച്ചു വന്നത് കലാലയങ്ങളിൽ നിന്നാണ്, കലാലയങ്ങളിലെ വിദ്യാർത്ഥി യൂണിയനുകളിൽ നിന്നാണ്, കലാലയങ്ങളിലെ സംഘടനാ പ്രവർത്തനങ്ങളിൽ നിന്നാണ്. 21ാമത്തെ വയസ്സിൽ ലോല എഴുതിയ പത്മരാജനെ പോലെയുള്ള പ്രഗത്ഭർ, നിരവധി താനു പത്മനാഭനെ പോലെയുള്ള ശാസ്ത്രജ്ഞന്മാർ, ന്യായാധിപന്മാർ, അഭിഭാഷകർ. അയ്യപ്പൻ പറഞ്ഞ ഒരു മിശ്രഭോജനത്തിന്റെ ഒരു വലിയ സന്ദേശമുണ്ട്. അത് കൃത്യമായി ഇന്ന് നടക്കുന്ന ഇടം ഏതാണെന്ന് ചോദിച്ചാൽ അത് ക്യാമ്പസുകളാണ്. കാരണം ക്യാമ്പസുകളുടെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് പൊതിച്ചോറിന്റെ രാഷ്ട്രീയമാണ്. 10 ആളുകൾ അല്ലെങ്കിൽ 10 മാധ്യമങ്ങൾ എന്ത് നുണപ്രചരണവും നടത്തിയാൽ ആ നുണപ്രചരണങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കുന്നവരല്ല മലയാളികൾ. സോറി, ഒരു അബദ്ധം പറ്റിപ്പോയതാണ്. വളരെ കൃത്യമായ ചോദ്യമാണ് മാധു ചോദിച്ചത്. ചെയ്തുപോയ അവിവേകത്തിന്റെ കുറ്റബോധമാണ് നിങ്ങളുടെ മനസ്സ് മുഴുവൻ. ഒന്ന് പൊട്ടിക്കറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഇവിടെ നിങ്ങൾ ഈ സർഗാത്മകതയെ പറ്റിയൊക്കെ പറയുവാൻ വേണ്ടിയിട്ട് ചിന്ത ഉപയോഗിച്ച പേരാണ് ശ്രീധന്യ. ആ ശ്രീധന്യ എന്ന് പറയുന്ന ചിന്ത പറഞ്ഞ ഭാഷ കടമെടുക്കുകയാണ് എങ്കിൽ മലയാളികളുടെ അഭിമാനമായി മാറി ആദിവാസി കുടുംബത്തിൽ നിന്ന് ആദ്യമായി സിവിൽ സർവീസ് നേടിയ ആ പെൺകുട്ടി അവളൊരു വിദ്യാർത്ഥി സംഘടനാ നേതാവായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ആ വിദ്യാർത്ഥി സംഘടനയുടെ പേര് KSU എന്നാണ്. അവൾ പഠിച്ച ക്യാമ്പസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. ആ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ KSUവിന്റെ പാനലിൽ നിന്ന് മത്സരിച്ചതിന്റെ പേരിൽ നിങ്ങൾ ഇപ്പോൾ അഭിമാനത്തോടു കൂടി പറഞ്ഞ ആ പെൺകുട്ടിയെ ഒരു ദിവസം മുഴുവൻ അവളെ ഒന്ന് ശുചിമുറി ഉപയോഗിക്കാൻ അനുവദിക്കാതെ, അവളെ ഒന്ന് ഭക്ഷണം കഴിക്കാൻ അനുവദിക്കാതെ, അവളെ ഒരു റൂമിൽ പൂട്ടിയിട്ട ചരിത്രം കൂടി SFIക്കുണ്ട്. ഭരണകൂടങ്ങളുടെ കൊടും ഭീകരതകൾക്ക് മുമ്പിൽ ഒട്ടും മടിപതറാതെ നിന്നിട്ടുള്ളവരാണ് ഞങ്ങൾ. രക്തസാക്ഷികളുടെ ചോരയിലും ധീരതയിലും പടുത്തുയർത്തിയ ഒരു പാർട്ടിയുടെ യുവരക്തമായി ഞാൻ പ്രാണൻ വെടിഞ്ഞും പാർട്ടി രഹസ്യങ്ങൾ ചോരാതെ നോക്കും. എന്റെ ജീവന്റെ അവസാന തുടിപ്പ് വരെ ഈ ഹക്കീം പൊരുതും. ലാൽ സലാം. എന്നെ അനുഗ്രഹിക്കണം.